സാറിന് ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാ ചേച്ചി? സാർ കഴിക്കൂ, അപ്പൊ ഞാൻ ചേച്ചിയോട് വർത്താനം പറയാം. നാടൻ ഫുഡ് ആണോ? ഈ ജങ്ക് ഫുഡ്സ് ഇല്ല, അതൊന്നും പുറത്തു പോയി കഴിക്കാറുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തന്നെയാണ് കഴിക്കാം. ഏറ്റവും ഇഷ്ടം നോൺ വെജ് ഇത് ചിക്കൻ, മട്ടൺ, ബീഫ് ഒന്നും കഴിക്കാറില്ല. ഇല്ല. എങ്ങനെയുണ്ട് ചേച്ചി? ഓ, അസലായിട്ടുണ്ട്. ചിക്കൻ അസലായിട്ട്. അതൊരു നാടൻ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതാ, ഇതിനകത്ത് നോ പ്രിസർവേറ്റീവ്, ഈ പട്ട, ഗ്രാമ്പു അങ്ങനെയൊക്കെ എടുത്ത് ചെയ്തേക്കുന്ന ഫുഡാണ്. കറി മസാല ചേച്ചി മറ്റേ പട്ടയും ഗ്രാമ്പൂ പെരിഞ്ചീരം തനിയെ എടുത്തു, അല്ലാതെ പൊടിച്ചു വെച്ചില്ല. ഇനി സാറിന് ഇങ്ങനെ ഡെയിലി റൂട്ടീനിൽ അങ്ങനെ വല്ല ഇന്ന ഭക്ഷണം രാവിലെ അങ്ങനെ ഒന്നുമില്ല സാറിന്റെ ഡെയിലി റൂട്ടീനില്? വീട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണ്. ഹെൽത്ത് കോൺഷ്യസ് അതാണ്. എണ്ണയൊക്കെ അധികം ഉപയോഗിക്കാറില്ല, മുമ്പൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് തന്നെ ഉപയോഗിക്കാറുള്ളൂ. ഞാനത് തനി നമ്മുടെ വെളിച്ചെണ്ണയിലാ ചെയ്തേക്കുന്നത്. സാർ കഴിക്കണം, കഴിച്ചിട്ട് വർത്താനം പറയാം. അല്ലെങ്കിൽ പ്രേക്ഷകർ എന്നോട് പറയും ഏത് നേരം വർത്താനം പറഞ്ഞോണ്ടിരിക്കുക, അവരോട് വർത്താനം പറയാം. സത്യവാ. സാർ ഇങ്ങനെ സീരിയസ് മൂവീസ് ആണോ ഇഷ്ടം അതോ തമാശയാണോ? കാരണം സാറിൻ്റെ ഒക്കെ ഫിലിമിൽ കാണുമ്പം ഒരു എന്നാ പറയുന്ന ആ തമാശയൊക്കെ കേൾക്കാൻ തന്നെ ഒരു കൗതുകമുണ്ട്. ഒരു സീരിയസ് അല്ല എന്നാ സാറിൻ്റെ എന്നാ പറയുക, ഒരു സിഗ്നേച്ചർ ഓഫ് കമൽ സാർ ഉണ്ട് ഇതിനകത്ത്. സാർ അങ്ങനത്തെ മൂവി ചെയ്യാനാണോ ഇഷ്ടം കൂടുതൽ? ഞാൻ പൊതുവേ സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സീരിയസ് സിനിമകളോടാണ് വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടം. പിന്നെ നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാനൊരു മെയിൻ സ്ട്രീം സിനിമയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എല്ലാത്തരം സിനിമകളും ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെരുവണ്ണാവരത്ത് വിശേഷങ്ങൾ വരെയുള്ള ഫുൾ കോമഡി ആയിട്ടുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. ഉള്ളടക്കം പാവം കോമഡി സിനിമ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഉള്ളടക്കം ഇപ്പോൾ സെല്ലുലോയിഡ് വരെയുള്ള പെരുമഴക്കാലം വരെയുള്ള സീരിയസ് സിനിമകളും ചെയ്തിട്ടുണ്ട്. ശരിയാ. അതെ സാർ, ഇപ്പോഴേ ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ ചെയ്ത മഴയത്ത് മുൻപേ എന്ന് പറയുന്ന ഫിലിമിൽ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറിനെ പ്രേമിക്കുന്നത് തന്നെയാണ്. പക്ഷെ അന്നൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നില്ല. പക്ഷെ ഇപ്പോൾ പ്രേമം ഇറങ്ങിയപ്പോൾ ഭയങ്കര പ്രശ്നം വന്നു. ആണോ സാർ അവരെല്ലാം അങ്ങനെ ഒരു വേർഷനിൽ കാണുന്നത്? അതെന്താ വെച്ചാൽ പ്രേമത്തിൽ ടീച്ചറിനെ സ്റ്റുഡൻറ്റ് പ്രേമിക്കുന്നതാണ് നമ്മൾ മഴയത്തുമ്പിൽ തിരിച്ചായിരുന്നു. അല്ല ആണെങ്കിലും ആണായിരുന്നു. അല്ല അങ്ങനെയല്ല, അതിന് വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അതിനൊരു ഇതായിട്ട് സാധ്യതയായിട്ട് നിന്ന് കൊടുക്കുന്നില്ല ഈ മമ്മൂട്ടിയുടെ കഥാപാത്രം. കാരണം അതിന് ഒഴിഞ്ഞു മാറുകയാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷെ പ്രേമത്തിലുണ്ടായിരുന്ന എനിക്ക് തോന്നിയൊരു അഭിപ്രായ വ്യത്യാസം അതായിരുന്നു. അതിപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ടീച്ചർ മലർന്ന് പറഞ്ഞ ടീച്ചർ കോളേജിലേക്ക് വന്നത് തന്നെ ഈ പയ്യനെ പ്രേമിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ആ സിനിമ കണ്ടാൽ നമുക്ക് തോന്നുക. കാരണം ആദ്യത്തെ സിനിമ മുതൽ അതന്നെയാണ്, ടീച്ചറുടെ എക്സ്പ്രഷൻ മുതൽ അതാണ്. എന്നാൽ മോനും തന്നെ പ്രേമിച്ചോളൂ എന്ന് പറയുന്ന മാതിരിയാണ്. മഴയത്തുമ്പോൾ നേരെ തിരിച്ചാണ്. അതാണ് പറഞ്ഞത്. അയാൾ ഒരിക്കലും അതിനുവേണ്ടി നിൽക്കുന്ന ഒരാളല്ല. ഈ പെണ്ണും ഇപ്പോൾ ആനിയുടെ ക്യാരക്ടറും ശ്രുതി അതിനുവേണ്ടി നിൽക്കുന്ന പെണ്ണല്ല. ഇയാളെ ഒന്ന് കളിപ്പിക്കാൻ, പുതിയൊരു ടീച്ചർ വരുമ്പോൾ അദ്ദേഹം വരുമ്പോൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് തുടങ്ങിയതാണ്. പിന്നെ കുട്ടികളെല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഒരു വാശിയായിരുന്നു. വാശിക്കാരിയാണ് ശ്രുതി. ആ വാശിയുടെ പുറത്ത് ഇയാളെ ഞാൻ പ്രേമിച്ച് കാണിച്ചു തരാമെന്നുള്ളൊരു വാശിയുടെ പുറത്താണ് പോകുന്നത്. പിന്നെ അത് സീരിയസ് ആയി പോകുന്നത്. അങ്ങനെ ഒരു അപ്രോച്ച് ആ സിനിമയിലുണ്ട്. ഞാൻ ആ സിനിമയും പ്രേമം വെച്ച് കമ്പയർ ചെയ്യലായിട്ട് ഞാൻ പറഞ്ഞത് അപ്രോച്ച് ഉണ്ട്. മറ്റേതല്ല, ആ സിനിമ കാണുമ്പോൾ തന്നെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് വന്ന മാതിരി തോന്നുമ്പോഴാണ് ഇത് എങ്ങനെയാണ് കോളേജിൽ ഇതാണോ നടക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്കെല്ലാവർക്കും വരുന്നത്. അല്ലാണ്ട് ആ സിനിമയോടുള്ള അഭിപ്രായ വ്യത്യാസമേ അല്ല. ആ രീതിയിൽ അതിനെ കാണേണ്ട കാര്യമില്ല. ഞാൻ അന്ന് ഇടയ്ക്കൊരു കോൺട്രവേഴ്സി വന്നതും ഞാൻ സംസാരിക്കാൻ ഇടയായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൈറസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പൈറസിയുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ഇഷ്യൂ കേരളത്തിൽ മൊത്തത്തിൽ എന്താ പറയുക ഗവൺമെൻറ് വരെയും അല്ലെങ്കിൽ പോലീസ് സംവിധാനം വരെ അതിനെ ഉപയോഗിക്കുമ്പോൾ മറ്റ് സിനിമകളും അതിനോടൊപ്പം ഇറങ്ങിയിരുന്നു. അതിൻ്റെ പൈറസികൾ ഇറങ്ങിയിരുന്നു. അതിനെപ്പറ്റി മീഡിയ സംസാരിക്കുന്നില്ല. ഈ സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അതൊരു ഉദാത്തവൽക്കരണമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു സിനിമയെ അത് ഒരു കാലഘട്ടത്തിൻ്റെ സിനിമയാണെന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊക്കെ അതിനെതിരെ സംസാരിച്ചത്. കാരണം മറ്റ് സിനിമകളും ആ രീതിയിൽ തന്നെ ഭരണകൂടം കാണണം. സർക്കാരിൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ പണമാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഒരു സിനിമയുടെ പൈറസിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാ സിനിമയുടെ പൈറസിക്ക് വേണ്ടിയിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു ഇത്. പക്ഷെ അത് മാധ്യമങ്ങളൊക്കെ വേറെ രീതിയിൽ അത് വ്യാഖ്യാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം തന്നെ വന്നത്, ഈ അധ്യാപകനെ പ്രേമിക്കുന്ന ചോദ്യം തന്നെ വന്നത്. അതാ നമ്മൾ അന്ന് ചെയ്തതും സെയിം ത്രെഡ് ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്തപ്പോൾ അത് ഭയങ്കര പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. അല്ല, അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചാമരം എന്ന് പറഞ്ഞ ഭരതേട്ടൻ്റെ സിനിമയിലും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്രയും ഒരു അല്ല, അത് കാരണം വെച്ചാൽ അത് കൺവിൻസിങ് ആയിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ കാലം മാറിയല്ലോ. ഇപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടാണ് എല്ലാവരും എല്ലാ കാര്യത്തിനെയും കാണുന്നത്. ഇപ്പം സാർ ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത്, ഇപ്പം സാറിൻ്റെ കഥ കേട്ടപ്പോൾ അല്ലേ ചേച്ചി, സാർ മദ്രാസ് വന്നപ്പോഴത്തേക്ക് ഫിലിമായിട്ട് വന്നു. അപ്പോൾ വന്നതേ സ്ക്രിപ്റ്റായിട്ട്. പിന്നെ സാർ പതുക്കെ ഡയറക്ഷനായി.
ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് സർ നിർമ്മാതാവായി സെല്ലുലോയിഡ് അല്ലേ, അതിലേക്ക് എങ്ങനെ സർ മാറിയേ? അത് സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമ എടുക്കാനായിട്ട് അത് ഞാൻ തന്നെ തിരക്കഥ എഴുതിയത്. സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി പടം ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പം ചെയ്യാമെന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ അത് ഓടില്ല, കമേഴ്ഷ്യൽ സിനിമയല്ല, ഒരു സംവിധായകൻ്റെ ജീവിതം സിനിമയൊക്കെ ഓടില്ല എന്ന് അയാൾ ബാക്കൗട്ട് ചെയ്തു. അങ്ങനത്തെ ഒരു പീരിയഡ് സിനിമയൊക്കെ ആവും, കോസ്റ്റ് കൂടുന്നൊക്കെ പറഞ്ഞ് ബാക്കൗട്ട് ചെയ്തപ്പോൾ എനിക്കൊരു വാശിയായി. എന്നാൽ പിന്നെ ഇത് സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ അതിനുള്ള കാശൊന്നും എൻ്റെ ഇല്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഉബൈദ് എന്ന് പറഞ്ഞ സുഹൃത്താണ് പ്രധാനമായിട്ട് അതിന് വേണ്ടി പണം മുടക്കിയത്. അപ്പം ഞാനും ഒരു ഉബൈദിനോട് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാണ്ട് ഒരു പണം മുടക്കിയിട്ടുള്ളൊരു നിർമ്മാതാവൊന്നും അതിലായിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പല യങ് ഡയറക്ടേഴ്സും അവരും ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ കോ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇത്രയും ജേർണി ഇങ്ങനെ വന്നില്ലേ സർ, അതിനകത്ത് സാറിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അനുഭവമോ അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ നമ്മുടെ മഴയത്ത് മുമ്പ് ഒരു അനുഭവമില്ല, എപ്പോഴും മറക്കാൻ പറ്റാത്ത അനുഭവം. എത്ര അനുഭവങ്ങളാണ് അതിലുള്ളത്. ഓരോ സിനിമകളും അനുഭവങ്ങളാണ്. അതിൽ നിന്നാണ് നമ്മൾ രൂപപ്പെട്ടു വരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് ആ സിനിമ ചെയ്യുന്ന കമലല്ല ഇപ്പോൾ അവസാന കാലത്ത് ഇപ്പോൾ സെല്ലുലോയിഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെയധികം മാറുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാട് മാറുന്നുണ്ട്, എൻ്റെ പ്രേക്ഷകരോടുള്ള കമ്മിറ്റ്മെൻറ്റ് മാറുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഇപ്പോൾ ആദ്യ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻ്റ് ഇല്ല, എനിക്ക് തോന്നിയ മാതിരി സിനിമ എടുക്കാം. ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയ മാതിരി സിനിമ എടുക്കാൻ പറ്റില്ല. കാരണം കമൽ എന്ന സംവിധായകനിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ സംവിധായകനിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഓരോ തരം സിനിമകളുണ്ട്. അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു. അല്ലെങ്കിൽ അവർ ആ സിനിമ ശരിയായില്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയും. അത് ശരിയായില്ല എന്ന് പറയും. തീർച്ചയായിട്ടും പറയും. സത്യം. അപ്പോൾ സാർ അതേപോലത്തെ ഒരു മൂവി ഇപ്പോൾ വരണ്ടേ ഇനി? തീർച്ചയായിട്ടും. ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് അധികം കാലം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല. എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ എന്താ പറയുക, ഇപ്പം പണ്ട് ഞങ്ങൾ ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ അല്ലല്ല കാര്യം. ഇപ്പോൾ പഴയ പാട്ടുകൾ നമ്മൾ പറയുന്നു, ഓ എന്ത് നല്ലതായിരുന്നു. ഇപ്പോഴത്തെ പാട്ടുകൾ എങ്ങനെയാണ് ആസ്വദിക്കപ്പെടുന്നതെന്ന് ആലോചിക്കണം. ഇപ്പോൾ പുതിയ ജനറേഷന് അത്തരം പാട്ടുകൾ ഇഷ്ടം. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ പണ്ടും പഴയ പാട്ടുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഇപ്പോഴും പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അല്ല, അതിപ്പോൾ നമ്മളൊരു സ്റ്റേജ് ഷോ നടന്ന് കാണുമ്പോൾ പഴയ പാട്ടല്ലേ എല്ലാവരും പാടുന്നത്. സത്യം, അത് ശരിയാണ്. അത് പക്ഷേ ഒരു വേറൊരു ഫീലിലാണ്. അത് വേറൊരു ഫീലിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ആസ്വദിക്കപ്പെടുന്ന ജനറേഷൻ മാറുന്നുണ്ട്. അതാണ് ഈ പറയുന്നത്. ഇപ്പം ഞാൻ സിനിമ എടുത്ത് തുടങ്ങിയ കാലത്തുള്ള സിനിമ കാണാൻ വന്നിരുന്ന ജനറേഷൻ ഇന്ന് മധ്യവയസ്സ് കഴിഞ്ഞു. പുതിയ ജനറേഷൻ വരുമ്പോൾ അവർ കാണാൻ ഇഷ്ടപ്പെടുന്ന, അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് അതെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സിനിമയിലേക്ക് വന്നാൽ സിനിമയുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചശീലങ്ങൾ മാറി. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ്, പണ്ട് ഉപയോഗിച്ച മാതിരി ഒരുപാട് കാലം ഒരു സാധനം ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുന്നില്ല. യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ് നമ്മുടെ അല്ലേ. വീട്ടിലായാലും ഡ്രസ്സായാലും പോലും അങ്ങനെ തന്നെയാണ്, മൊബൈൽ വരെ അങ്ങനെയാണ് അല്ലേ, കുറച്ച് നേരം ഉപയോഗിച്ചാൽ കളയാന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ ആസ്വാദനം. കാണുക, മറക്കുക, അടുത്ത് കാണുക, വീണ്ടും കാണുക എന്നുള്ള. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സർ, നമുക്ക് പണ്ടൊക്കെ ഈ സാർ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണെന്ന് എനിക്കറിയാം. അപ്പം ശരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ ഒത്തിരി നോവലൊക്കെ ഫിലിം ആയിട്ടുണ്ട്. സാറിൻ്റെ മനസ്സിലെ അങ്ങനെ ഏതെങ്കിലും ഒരു നോവലുണ്ടോ ഫിലിം ആക്കണം എന്നോ? അയ്യോ, ഒരുപാടുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവും. ഞാൻ എന്നാലും സാറിന് മനസ്സിനോട് ഇഷ്ടപ്പെടുന്ന ഒരു, അതായത് അത് പല രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് ഒരു നോവൽ വായിച്ചിട്ട് അത് സിനിമയാക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് സിനിമയാക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള നോവലുണ്ട്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം. അത് എല്ലാവരും ഇപ്പോൾ ശ്യാംപ്രസാദിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, സിബി മലയിലോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഏത് ഫിലിം മേക്കറോട് ചോദിച്ചാലും പറയും ഖസാക്ക് സിനിമയാക്കിയാൽ രസമുണ്ടാവും. പക്ഷേ അതൊരു സ്വപ്നമാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഒരു ജനറേഷൻ ആ നോവൽ വായിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടായ ഒരു ദൃശ്യത്തിൻ്റെ ഒരു വല്ലാത്ത സാധ്യതകളുണ്ട്. അതൊരു സിനിമയിലേക്ക് ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല. പക്ഷെ അതൊരു സ്വപ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഖസാക്ക്, മയ്യഴിപ്പുഴ തീരങ്ങളിൽ, അത്തരം നോവലുകൾ അതൊരു പക്ഷേ ഒരു മലയാളി ഒരു കാലഘട്ടത്തിൻ്റെ വായനയെ അടയാളപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഇതൊക്കെ. അത് ദൃശ്യത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മീഡിയത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. അല്ല, സെല്ലുലോയിഡ് പോലെ. അതെ, സെല്ലുലോയിഡ് പോലെ ഞാനിപ്പോൾ ചെയ്യാൻ ഒരു സിനിമ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാധവിക്കുട്ടിയുടെ ജീവിതമാണ്. മാധവിക്കുട്ടി നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. ഇതേപോലെ എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരിയായ എഴുത്തുകാരിയാണ്. അവരുടെ ജീവിതം തന്നെ നമുക്ക് ഇപ്പോഴും വായിക്കുന്ന ഓരോരുത്തർക്കും മാധവിക്കുട്ടി ഓരോന്നാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് മാധവിക്കുട്ടിയെ കാണുന്നത്. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളെ ഒരുപാട് പേര്. അപ്പോൾ മാധവിക്കുട്ടി എന്തായിരുന്നു? മാധവിക്കുട്ടി കമല സുരയ്യയായി മാറിയപ്പോൾ എന്തായി? അവരുടെ മനസ്സെന്തായിരുന്നു? അവരെങ്ങനെയാണ് അതിനെ കണ്ടത് എന്നുള്ളത് ഒരു സിനിമയായിട്ട് ഇപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്കഥയിലാണ് ഞാൻ സത്യത്തിൽ. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീം സിനിമ. അത് സിനിമ ആവുകയാണെങ്കിൽ നായിക ആരായിരിക്കും സർ? അത് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാബാലനെയാണ്. വിദ്യാബാലനായിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് ടോക്കൊക്കെ കഴിയുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ ഒരു
അത് അവർ തന്നെ ആവണമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം അവരുടെ ഡേറ്റും കാര്യങ്ങളും പിന്നെ മലയാളത്തിലേക്ക് ഇപ്പോൾ അവരുടെ താരമൂല്യം വെച്ച് നമുക്ക് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ലെങ്കിലും അവരാണ് ഫസ്റ്റ് ചോയ്സ്. ഓക്കെ ചേച്ചി, എൻ്റെ ആഹാരമൊക്കെ ഇഷ്ടമായി. പിള്ളേരിപ്പം സാറിൻ്റെ ഇപ്പം മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞു അല്ലേ? കല്യാണം കഴിഞ്ഞു, അവൻ സിനിമ സംവിധാനം ചെയ്തു. ഓ അത് ശരി, വീട്ടിലെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ഇപ്പൊ ചേച്ചി ശരിക്കും ഒരു അമ്മായിയമ്മയൊക്കെ ആയിട്ട് അമ്മായിയമ്മയുടെ റോൾ എങ്ങനെയുണ്ട്? മോളാണോ മരുമോളാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. മോളും മരുമോളും ഒക്കെയാണ്. ആണോ? എല്ലാം കൂടെ ചേർന്നാണ്. ഇപ്പൊ വീട്ടിൽ പറഞ്ഞ മരുമോളാന്നോ ചേച്ചിയാന്നോ നോക്കുന്നത്? അതൊക്കെ ഞാൻ തന്നെയാണ്. ആണോ? അതിനുള്ള ആയില്ല അല്ലേ ചേച്ചി? കുറച്ചുകൂടെ ആയിട്ട് ചേച്ചി വിട്ടു കൊടുക്കാന്ന് വിചാരിച്ചു. 3 പിള്ളേരല്ലേ സാർ? 2 പിള്ളേർ. ഓക്കെ. മോള് മാരേജ് കഴിഞ്ഞ് ദുബായില്. മോന് ഇപ്പം ഏത് ഫിലിമാ സാർ ഡയറക്ട് ചെയ്തത്? 100 Days of Love. ചേച്ചി വീട്ടിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെ? നമുക്ക് സാറിന് ഇപ്പം പ്രത്യേക രീതിയിൽ ഫുഡ് ഉണ്ടാക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേക രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മള് നാടൻ ഫുഡ്, എല്ലാ ഫുഡും നാടൻ ഫുഡാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നതാ? ദോശയാണോ, ചോറാണോ, ചപ്പാത്തിയാണോ? ദോശയും ചപ്പാത്തിയും ഒന്നും അല്ല, പത്തിരി, ഇടിയപ്പം, പുട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ. ഉച്ചയ്ക്കോ ചോറ്? ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ചപ്പാത്തി. ഓ, അതിന് ചേഞ്ച് ഒന്നുമില്ല. ആഹാര കാര്യത്തിൽ വാശി പിടുത്തം വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇച്ചിരി നമ്മള് പുതിയ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ടുവച്ചാല് എനിക്ക് ഇഷ്ടം. അത് മാനസികമായിട്ട് അതുമായിട്ട് ചേരണം. എന്നാ കഴിച്ചു നോക്കിയിട്ട് പറയല. ഇല്ല അത് ഇപ്പൊ ഞാൻ പനീർ, മഷ്റൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മള് കുക്ക് ചെയ്യും വൈകിട്ട് ചപ്പാത്തിക്ക്. പക്ഷെ അതൊന്നും ഇഷ്ടമല്ല, ടേസ്റ്റും ചെയ്യില്ല. അത് സാർ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ടേസ്റ്റ് ചെയ്യാതെ എങ്ങനെ പറയാൻ പറ്റും? ടേസ്റ്റ് ചെയ്യാതെ അങ്ങനെയല്ല, എനിക്ക് കാണുമ്പോൾ തന്നെ എന്താ പറയുക, കറി കഴിക്കണമെന്ന് തോന്നണം. അതെനിക്കറിയില്ല എന്താ കാരണം. അത് പലപ്പോഴും എന്താ അറിയോ, സ്ഥിരം ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓംലെറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും ഞാൻ കഴിക്കും. അതിപ്പം രാവിലെ കൊടുത്താൽ തന്നാലും കഴിക്കും, ഉച്ചയ്ക്ക് തന്നാലും കഴിക്കും, വൈകിട്ട് തന്നാലും കഴിക്കും, രാത്രി എപ്പോൾ ആണെങ്കിലും തരും. അതറിയാം. അപ്പോൾ ഞങ്ങൾ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. അത് മുട്ട എന്ന് പറയുന്ന സാധനം ബേസിക്കലി ഇഷ്ടമാണ്, മഷ്റൂമിനോട് ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ട് ആദ്യമേ അതങ്ങ് തള്ളത്ത കണ്ടോ. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? അപ്പോൾ മഷ്റൂം കൊണ്ട് വെക്കും, അതിൻ്റെ ഒപ്പം തന്നെ എഗ്ഗ് ബുർജിയോ അല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ട് എന്തെങ്കിലും എഗ്ഗ് വെച്ചിട്ട് ഇഷ്ടമുള്ളത് അതും കൂടെ കൊണ്ടുവെക്കും. അപ്പോൾ രണ്ടും വെക്കും, അപ്പോൾ രണ്ടും കഴിക്കും ഞാൻ. അതൊരു എന്താ പറയുന്നത്, അത് കഴിപ്പിക്കാൻ വേണ്ടി പിള്ളേരെയൊക്കെ മുട്ടായി കാണിച്ച് ചോറ് കൊടുക്കുന്ന മുട്ടായി. അല്ല, അത് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ എത്ര നിർബന്ധിച്ചാലും കഴിക്കില്ല. ഇല്ല, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ പരീക്ഷണമൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണെന്നൊക്കെ ചേച്ചി പറഞ്ഞല്ലേ, ആഹാര കാര്യത്തിൽ ഈ മുട്ടയൊക്കെ കൊടുക്കുന്നോട് ചോദിച്ചാൽ കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്യാം. എഗ് വൈറ്റ് മാത്രമേ യെല്ലോ ഒക്കെ ഞാനിങ്ങനെ വെള്ളത്തിൽ കലക്കി ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. ശരി, ചേച്ചിയുടെ ഈ ഗാർഡനിങ്ങും അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ സാറിന്റെ ഒരു പങ്ക് എന്നതാ? ഗാർഡനിങ് അങ്ങോട്ടൊന്നും വരാറില്ല, എന്നാലും പൂവ് അതൊക്കെ കാണുമ്പോ ഇങ്ങനെ വന്ന് നോക്കും. അത്രേ ഉള്ളൂ. അപ്രിസിയേഷൻസ് ഒന്നുമില്ലേ? അതൊക്കെ പറയും. പച്ചക്കറി തോട്ടം തുടങ്ങിയപ്പോ സാർ തുടങ്ങിയപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് തുടങ്ങണം, ഇത് എന്തായാലും ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട, നമുക്ക് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ മാത്രമായി. പിന്നെ അതുപോലെ ആയോ? തുടക്കം മാത്രമേ ഉള്ളൂ ചേച്ചി. അത് അതിന് വേറെ തമാശ കൂടി ഉണ്ട്. അതായത് ഞങ്ങൾ കുറച്ച് പറമ്പുണ്ട്, ഫാമിലി ആയിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ച കുറച്ച് കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇതേപോലെ ശ്രമം നേരത്തെ നടത്തി നോക്കി, ഒരു 10-20 വർഷം മുമ്പ് അല്ലേ. പച്ചക്കറിയൊക്കെ പശുവിനെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കുറേ ഇതൊക്കെ ആളെയൊക്കെ നിർത്തിയതൊക്കെ ഇട്ട് തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടു, എൻ്റെ ഇൻട്രസ്റ്റ് പോയി. പിന്നെ വൈഫ് കോളേജിൽ പഠിപ്പിക്കണമായിരുന്നു. അപ്പോൾ അന്നൊന്നും ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോളേജ് രാവിലെ എണീറ്റ് കോളേജ് പഠിപ്പിക്കുമ്പോൾ വൈകുന്നേരം വരും, അങ്ങനെയായിരുന്നു. ഒരു തിരക്കിൽ പെടും, അപ്പോൾ അത് മുഴുവനും വിട്ടു. സാർ ചേച്ചി വർക്ക് ചെയ്തിരുന്നു ഏത് കോളേജില്? ഞാനവിടെ MES കോളേജിലാണ്, കൊടുങ്ങല്ലൂര്. ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. ഓ അത് ശരി. അപ്പൊ പിന്നെ നമ്മള് എന്നാ പറയുന്നത്, ടീച്ചറായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വർത്താനം വരികയില്ല. അതെന്നാന്നറിയോ, അത് പോകുന്നില്ല. എന്നാന്നോ, അത് ചോരയിൽ ഇങ്ങനെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം കളയാൻ നോക്കുകയല്ല, കോട്ടയോ കളയാൻ നോക്കാത്തൊരവസ്ഥയാണ്. രണ്ടുപേരും ഇങ്ങനെ ഒട്ടും വന്നിട്ടില്ല. ഇച്ചിരിയൊക്കെ മാറി തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ ഷോ കണ്ടപ്പോൾ ഞങ്ങൾ അത് പോകുന്നില്ല. എന്നാലും സാർ ഇവിടെ എൻ്റെ എന്നാ പറയുക ആനീസ് കിച്ചണിൽ വന്ന് ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നാ പറയുന്നത്, എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഇവിടെ ഞാൻ ഇരിക്കുന്ന ഈ ഡയസിൽ റിയലി താങ്ക്ഫുൾ ടു യു സർ. ശരിക്കും താങ്ക് യു വെരി മച്ച്.